അടുത്തത് ഇടവക്കൂറാണ്. ടോറസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. കാർത്തിക മുക്കാല്, കാർത്തികയുടെ അവസാനത്തെ 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് ഇടവക്കൂറ്. ഇവർക്ക് 4-ാം ഭാവത്തിൽ ആണ് സൂര്യനും ബുധനും. ഓഫീസുമായിട്ടുള്ള ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ചില മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഓഫീസ് മാറുക അല്ലെങ്കിൽ സ്വന്തം ചുമതല ഒരു ലാവണത്തിൽ നിന്നും മറ്റൊരു ലാവണത്തിലേക്ക് പോകേണ്ടതായിട്ട് വരിക, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവർക്ക് 3-ൽ വ്യാഴമാണ്, അത് ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴമാണ്. അതുകൊണ്ട് ഒരു ധൈര്യവും തൻ്റെ ഇടവുമൊക്കെ നിലനിർത്താൻ സാധിക്കും. ആശയ വിനിമയ ശേഷി ഒക്കെ ഇവർക്ക് കുറച്ച് കൂടുന്നതായിട്ട് കാണാം. അതുപോലെ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മാധ്യമ രംഗത്തോ പ്രസാധനം, അതുപോലെ വ്യാപാരം, IT മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹപ്രവർത്തകരുടെ തൻ്റെ എഫേർട്ടിലൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് കുറച്ചൊന്ന് സൂക്ഷിച്ച് വേണം. ചില രേഖാപരമായിട്ടുള്ള അമളി പറ്റാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടത്ര പരിശോധനയ്ക്ക് ശേഷം മാത്രം അതിൽ ഒപ്പുവയ്ക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പുതിയ ശാഖകളൊക്കെ തുടങ്ങാൻ, അതായത് പല ബ്രാഞ്ചുകളായിട്ട് കിടക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള കാലമാണ്. അത് വിജയകരമായിട്ട് നടത്താൻ സാധിക്കും. ധനപരമായിട്ട് ഒരു ധനത്തിൻ്റെ വരുമാനത്തിന് ഒരു സ്ഥിരത കൈവരും. വീടിനും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ചിലവുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും വരുമാനത്തിൽ അതുകൊണ്ട് അതിനെ അഫക്റ്റ് ചെയ്യാതെ, വരുമാനത്തിൽ വലിയ കുറവൊന്നും അനുഭവപ്പെടാൻ സാധ്യത കാണുന്നില്ല. അതുപോലെ ഭൂമി, വാഹനം, കെട്ടിട നിർമ്മാണം, കൃഷി മുതലായിട്ടുള്ളവയിൽ നിന്നൊക്കെയുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള വായ്പ എടുക്കുക, അഥവാ വായ്പ തന്നെ എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ആവശ്യമെങ്കിൽ മാത്രം വായ്പ എടുക്കുക. അത് കഴിയുന്നത്ര ഈ ആഴ്ച നടത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ ഒക്കെ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തോളലിന് വേദന ഉണ്ടാവുകയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണത്തിലും കുറച്ച് ക്രമീകരണവും അച്ചടക്കവും പാലിക്കണം, അല്ലെങ്കിൽ ഇത് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് എല്ലാവരും കൂടുതൽ അവർ കുടുംബാംഗങ്ങളോടൊത്ത് സമയം ചെലവഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്നാൽ മാതാപിതാക്കന്മാരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കുടുംബയോഗങ്ങളൊക്കെ നടത്താൻ സാധിക്കും. ഗൃഹത്തിലെ ശുഭകർമ്മങ്ങൾ, അതുപോലെ ബന്ധുമിത്രാദികളുടെ സംഗമങ്ങൾ ഒക്കെ ഗൃഹത്തിൽ വെച്ച് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇവരെ പരിഹാരമായിട്ട് മഹാലക്ഷ്മി പൂജ നടത്തുക, ദേവീ ക്ഷേത്രത്തിലെ ദർശനം നടത്തുക, അന്നദാനം നടത്തുക, ഇതൊക്കെയും നല്ലതാണ്. അതുപോലെ തന്നെ വെളുത്ത വസ്ത്രം ദാനം ചെയ്യുന്നതും ഗുണകരം തന്നെ.